പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 ഓഗസ്റ്റ് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ വിശകലനം വിജയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ്. ഓപ്ഷൻസ്: യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ നബാർഡാണ്. നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. അപ്പോൾ ഇത് പല പ്രാവശ്യം PSC ആവർത്തിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നബാർഡിനെ സംബന്ധിച്ച്. ദെൻ നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 വർഷവും ചോദിച്ചിട്ടുണ്ട്. നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ. ഇതും പല പ്രാവശ്യം ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ്. നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. അപ്പോൾ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. നബാർഡിൻ്റെ ഫുൾ ഫോം ഓൾറെഡി പറഞ്ഞു, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. മുംബൈയാണ് നബാർഡിൻ്റെ ആസ്ഥാനം വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ബാങ്ക്സിൻ്റെയും ആസ്ഥാനം മുംബൈയാണ് നബാർഡിൻ്റെയും ആസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1998 റിസർവ് ബാങ്കുമായി ചേർന്ന് വിളവായ്പ നൽകുന്നതിനായി കിസാൻ ക്രെഡിറ്റ് സ്കീം നബാർഡിൻ്റെ സംഭാവനയാണ്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് 1998 റിസർവ് ബാങ്കുമായി ചേർന്ന് വിളവായ്പ നൽകുന്ന, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് വിളവായ്പ നൽകുന്നതിനായി കിസാൻ ക്രെഡിറ്റ് സ്കീം നബാർഡ് ആണ് ആരംഭിച്ചത്. വാണിജ്യ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ വഴി ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് ക്രെഡിറ്റ് കാർഡ്, പാസ്ബുക്ക് എന്നിവ നൽകുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകളും ഗ്രാമീണ ബാങ്കുകളും സഹകരണ ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിയിലൂടെ, അതായത് കിസാൻ ക്രെഡിറ്റ് സ്കീമിലൂടെ അർഹരായ കർഷകർക്ക് ക്രെഡിറ്റ് കാർഡ് അതുപോലെ പാസ്ബുക്ക് എന്നിവ വിതരണം ചെയ്യുന്നു. പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് RBI വായ്പ നൽകുന്ന നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്നറിയപ്പെടുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നടന്ന LDC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ഈ റിപ്പോ റേറ്റ് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന കാണാം. പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് RBI വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. അതുപോലെ റിവേഴ്സ് റിപ്പോയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശയിലാണ് റിസർവ് ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശയിലാണ് റിസർവ് ബാങ്കിൻ്റെ രൂപീകരണം സാധ്യമായത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായി. ഇതും റിസർവ് ബാങ്കിനെ സംബന്ധിച്ചും പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ 35ലെയും അതുപോലെ ഹിൽട്ടൺ യങ് കമ്മിറ്റിയും അതുപോലെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റും